അറ്റൻഡന്റ് പോസ്റ്റിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ മിനിമം 10ാം ക്ലാസ് ഉള്ളവരെ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാൻറ്റീനിലേക്കാണ് അറ്റൻഡന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. ഇപ്പോൾ പുതിയ പേ കമ്മീഷനൊക്കെ വരുമ്പം നമ്മുടെ സാലറിയൊക്കെ ഡബിൾ മടങ്ങി. ഇപ്പം ഞാൻ തമിഴിൽ കൊടുത്തൊന്നായിരിക്കില്ല, ചിലപ്പോൾ അത് ബേസിക് തന്നെ അവിടെ എത്താനുള്ള സാധ്യതയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്കത് മുന്നോട്ടേക്ക് പറയാം. സോ ഫേസ് 40 ആണ്. 30 വിളിച്ച കഴിഞ്ഞ വർഷമാണ്. ഇതൊരു വർഷം SSC വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 380-ൽ പരം ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. സോ അതിൽപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പോസ്റ്റുകൾ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പ്രധാനപ്പെട്ടതെന്ന്. 10th ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റിയത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പോസ്റ്റാണിത്. SSC എന്താണെന്ന് അറിയാത്തവർക്ക് 2 വാക്കിൽ പറയാം. SSC എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിക്ക് വേണ്ടി ആളെടുക്കുന്ന ഒരു ബോഡിയാണ്. ഇപ്പോൾ PSC എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി ജോലിക്ക് ആളെടുക്കുന്ന ഒരു ബോഡി പോലെ അത്രയേ ഉള്ളൂ. പിന്നെ SSCനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇതിനെങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു യൂട്യൂബ് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ഒരു പ്ലേലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, ആദ്യത്തെ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. സോ അതിൽ 2 വീഡിയോസ് ആദ്യമുണ്ട്, അത് 2 കാണുക. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. സോ എന്താണ് സംഭവം നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് കോഡ് NR 1092-6. ഇത് പോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ PSCക്കാർ കാണുന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ എന്നും പറയാം. നമ്മൾ SSCൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പോസ്റ്റ് കാണാൻ സാധിക്കും, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഏത് പോസ്റ്റ് വേണമെന്ന് ചൂസ് ചെയ്യാൻ പറയും. 380-ൽ പരം പോസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് വരും. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് പറയും. ഈ പോസ്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഡൽഹിയിലായിരിക്കും നമുക്ക് ജോബ് ലൊക്കേഷൻ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 10ാം ക്ലാസ് മാത്രമാണ് യോഗ്യത, എല്ലാവർക്കും അപേക്ഷിക്കാം. ഇതിൻ്റെ എക്സാമും സെലക്ഷനൊക്കെ കേരളത്തിൽ വെച്ച് തന്നെയായിരിക്കും കേട്ടോ. എക്സാമൊക്കെ നമുക്ക് കേരളത്തിൽ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 18,000 മുതൽ, ഈ 18,000 എന്നുള്ളത് കയ്യിൽ ലഭിക്കുമ്പോൾ കുറച്ചുകൂടെ ഇതിന് ഡബിൾ മടങ്ങാവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ജോലിയാണ്, അലവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ പുതിയൊരു പേ കമ്മീഷൻ കൂടി വരുമ്പം തീർച്ചയായിട്ടും ഇത് മൊത്തം മറിയും. 56,900 വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ്. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5, OBCക്ക് 3 വയസ്സും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട്. ഗ്രൂപ്പ് C നോൺ ടെക്നിക്കൽ പോസ്റ്റാണിത്. മെയില്, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ എല്ലാവർക്കും അപേക്ഷിക്കാം. അതുകൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കാൻ തമിഴിൽ എഴുതിയത്. എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. മെയ് 4 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെയ് മാസം 4-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്ക് താഴെയുണ്ട്. ബാക്കിയുള്ള അപ്ഡേറ്റ് ലഭിക്കാനായി പ്രോപ്പറായി ഫോളോ ചെയ്താൽ മാത്രം